വിശദമായ വാർത്തകളിലേക്കാണ്. തമിഴ്നാട് വാൽപ്പാറയിൽ ട്രാവലർ മറിഞ്ഞ് 9 മലയാളികൾ മരിച്ചതിൽ 9 പേരുടെയും പൊതുദർശനം ഉടൻ. അമ്പലപ്പറമ്പ് ഗവൺമെന്റ് ഹൈസ്കൂളിൽ 1 മണിക്കൂർ പൊതുദർശനത്തിന് ശേഷം 10 മണിയോടെ മൃതദേഹങ്ങൾ വീടുകളിലേക്ക് കൊണ്ടുപോകും. സംസ്കാരം ഉച്ചയോടെ. വിവരങ്ങളുമായി വൈഷ്ണയാണ് ചേരുന്നത്. വൈഷ്ണ, നാടിനെ നടുക്കിയ ഒരു അപകടമായിരുന്നു ഇന്നലെ ട്രാവലർ മറിഞ്ഞ് തമിഴ്നാട് വാൽപ്പാറയിൽ 9 മലയാളികൾ മരിച്ചത്. ഇപ്പോഴിതാ അമ്പലപ്പറമ്പ് ഗവൺമെന്റ് സ്കൂളിൽ 1 മണിക്കൂറാണ് പൊതുദർശനത്തിനൊക്കെ വെക്കുന്നത്. വിവരങ്ങൾ എങ്ങനെയാണ്? അരുണിമ, കേരളത്തെ നടുക്കിയ അപകടത്തിൽ മരിച്ച 9 പേരുടെയും മൃതദേഹം ഉടൻ തന്നെ മലപ്പുറത്തെ അമ്പലപ്പാറ ഹൈസ്കൂളിലേക്ക് എത്തും. ഇവിടെ പൊതുദർശനം നടത്തും. 1 മണിക്കൂർ നേരമാണ് ഇവിടെ പൊതുദർശനം നടത്തുന്നത്. പൊതുദർശനത്തിന് ശേഷം 10 മണിയോടെ തന്നെ വീടുകളിലേക്ക് അല്ലെങ്കിൽ സംസ്കാരം നടത്തുന്ന ഇടങ്ങളിലേക്ക് ഈ മൃതദേഹങ്ങൾ കൊണ്ടുപോകും. 9 പേരാണ് ഇന്നലെ വാൽപ്പാറയിലെ അപകടത്തിൽ മരിച്ചിട്ടുള്ളത്. 7 സ്ത്രീകളും 1 പുരുഷനും 1 കുട്ടിയുമാണ് അപകടത്തിൽ മരിച്ചത്. പാങ് LP സ്കൂളിലെ അധ്യാപകരാണ് മരിച്ചവരിൽ ഭൂരിഭാഗം പേരും. അതുപോലെ അപകടത്തിൽ അവിടുത്തെ ആയയും ഉൾപ്പെട്ടിട്ടുണ്ട്. അതുപോലെ ഒരു അധ്യാപകൻ്റെ ഭാര്യ, പിന്നെ അതുപോലെ കുട്ടികൾ, ഇങ്ങനെ ഉള്ള ആളുകളാണ് ഈ അപകടത്തിൽ പെട്ടത്. 1 മണിക്കൂറാണ് സ്കൂളിൽ പൊതുദർശനം നടത്തുന്നത്. അപകടത്തിൽ മരിച്ചത് അജിത, റംല, സുഹറ, ആശ, മജീദ്, ഷക്കീന, സാജിദ, റുഖിയ, ഹിഷാം എന്നിവരാണ് അപകടത്തിൽ മരിച്ചിട്ടുള്ളത്. ഈ ഒരു അപകടത്തിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ ഇന്ന് പുലർച്ചെ 4 മണിയോടെ തന്നെ പൂർത്തിയാവുകയും അവിടെ നിന്ന് 9 ആംബുലൻസുകളിലായി മൃതദേഹം പുറപ്പെടുകയും ചെയ്തു. ഉടൻ തന്നെ മലപ്പുറം അമ്പലപ്പാറ ഗവൺമെൻറ് ഹൈസ്കൂളിലേക്ക് മൃതദേഹങ്ങൾ വഹിച്ച വാഹനം എത്തും. തുടർന്ന് 1 മണിക്കൂർ പൊതുദർശനം നടത്തും. ഈ നാട് ആകെ കണ്ണീരോടെ കാത്തിരിക്കുന്നതാണ് ഇവരെ കാണാനായിട്ട്. അവിടുത്തെ കുഞ്ഞുങ്ങളും അതുപോലെ അധ്യാപകരും ഒക്കെ വളരെയധികം വേദനയോടെയാണ് ആ സ്കൂളിലേക്ക് എത്തിയിട്ടുള്ളത്. മലപ്പുറം ആകെ ഒരു പ്രതീതിയാണ് അവിടെയുള്ളത്. കാരണം അത്രയും ദാരുണമായ ഒരു അപകടമാണ് ഉണ്ടായിട്ടുള്ളത്. 13 അംഗ സംഘമാണ് ഈ അപകടത്തിൽപ്പെട്ടത്. ഇതിൽ 9 പേർ മരിച്ചു. ഇനി 4 പേരാണ്. ഈ 4 പേരിൽ 3 പേർ ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ്. ഒരു കുട്ടി മാത്രമാണ് ഗുരുതരാവസ്ഥയില്ലാതെ രക്ഷപ്പെട്ടു എന്ന് പറയാൻ ഒരു ആശ്വാസം ഉള്ളത് ആ ഒരു കുട്ടിയുടെ കാര്യത്തിൽ മാത്രമാണ്. ബാക്കി 3 പേർ ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ്. ഉടൻ തന്നെ പൊതുദർശനം ആരംഭിക്കും. മൃതദേഹം അവിടെ എത്തിച്ചേരും. ഇന്നലെ വൈകിട്ട് 5:20 വാൽപ്പാറ ചുരം റോഡിൽ 500 അടി താഴ്ചയിലേക്ക് മറിഞ്ഞാണ് അപകടമുണ്ടായത്. നിയന്ത്രണം നഷ്ടപ്പെട്ട വാൻ 13ാമത്തെ വളവിൽ നിന്ന് 9ാമത്തെ വളവിലേക്ക് വീഴുകയായിരുന്നു. ഇവർ വാൽപ്പാറ കണ്ട് മടങ്ങുന്നതിനിടെയായിരുന്നു ഈ ഒരു അപകടമുണ്ടായിട്ടുള്ളത്. പൊള്ളാച്ചിയിൽ നിന്ന് 30 കിലോമീറ്റർ അകലെയാണ് ഈ ഒരു അപകടമുണ്ടായത്. പെരിന്തൽമണ്ണയിൽ നിന്ന് വാടകയ്ക്കെടുത്ത ടൂറിസ്റ്റ് വാനിലാണ് ഇവർ യാത്ര തിരിച്ചത്. ഡ്രൈവർ ഉൾപ്പെടെ 13 പേരാണ് അപകടത്തിലുണ്ടായിരുന്നത്. 4 പേർക്കാണ് പരിക്കുള്ളത്. പരിക്കേറ്റ 11-കാരി മസ്നീനെയാണ് പെരിന്തൽമണ്ണ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുള്ളത്. ആ കുട്ടിയുടെ നില സേഫാണ്. അതുപോലെ ഈ അപകടത്തെ അനുശോചിച്ച് പ്രധാനമന്ത്രി, അതുപോലെ മുഖ്യമന്ത്രി, പ്രതിപക്ഷ നേതാവ് എന്നിവരൊക്കെ രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു. അപകടം അങ്ങേയറ്റം വേദനിപ്പിക്കുന്നതെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത്. വിയോഗം നാടിനാകെ നികത്താനാവാത്ത നഷ്ടമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ദുരന്തം വേദനാജനകമെന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞത്. അതുപോലെ ഈ ഒരു മൃതദേഹം തിരിച്ചറിയാൻ പ്രയാസമായിരുന്നു. അത്രയും വലിയൊരു അപകടമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു പ്രദേശത്തെ ഒന്നാകെ ആളുകൾ പൊള്ളാച്ചിയിലേക്ക് പോയിരുന്നു. എന്നിട്ടാണ് ഈ ഒരു മൃതദേഹം തിരിച്ചറിഞ്ഞതും അവരുടെ പോസ്റ്റ്മോർട്ടം ക്രമങ്ങളൊക്കെ പൂർത്തിയാക്കുകയും ചെയ്തത്. അരുണിമ, പള്ളിപ്പറമ്പ് ഗവൺമെന്റ് LP സ്കൂളിൽ നിന്നുള്ള അധ്യാപക സംഘമായിരുന്നു ഇന്നലെ വിനോദയാത്രയ്ക്കിടെ അപകടത്തിൽപ്പെട്ടത്. നാടിനെ നടുക്കിയ വലിയൊരു അപകടം തന്നെയായിരുന്നു ഇന്നലെ ഉണ്ടായത്. തമിഴ്നാട് വാൽപ്പാറയിൽ വെച്ചാണ് ഇത്തരത്തിൽ ഇവരുടെ ട്രാവലർ മറിഞ്ഞ് അപകടം ഉണ്ടായത്. 9 മലയാളികളാണ് ഈ ഒരു അപകടത്തിൽ മരിച്ചത്.
ഇപ്പോൾ 9 പേരുടെയും പോസ്റ്റ്മോർട്ടമൊക്കെ പൂർത്തീകരിച്ച് നാട്ടിലേക്ക് ആംബുലൻസിൽ കയറ്റിയിട്ടുണ്ട്. എന്തായാലും ഇവരുടെ പൊതുദർശനം ഉടൻ തന്നെ ഉണ്ടാകും. അമ്പലപ്പറമ്പ് ഗവൺമെൻറ് ഹൈസ്കൂളിൽ 1 മണിക്കൂറാണ് പൊതുദർശനം നടത്തുക. വലിയൊരു നടുക്കത്തിൽ തന്നെയാണ് ഈ ഒരു നാട്. എന്തായാലും 13 പേരായിരുന്നു ഈ ഒരു വാഹനത്തിൽ ഉണ്ടായിരുന്നത്. ഇതിൽ 4 പേർക്ക് പരിക്കേറ്റതിൽ 3 പേരുടെ നില അതീവ ഗുരുതരമാണെന്നുള്ളൊരു റിപ്പോർട്ടുകളൊക്കെയാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. എന്തായാലും കോയമ്പത്തൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ തീവ്ര പരിചരണ വിഭാഗത്തിലൊക്കെയാണ് ഈ പരിക്കേറ്റവരൊക്കെ ചികിത്സയിൽ തുടരുന്നത്. എന്തായാലും വലിയൊരു നടുക്കത്തിൽ തന്നെയാണ് ഇപ്പോൾ നാടുള്ളത്. അമ്പലപ്പറമ്പ് ഗവൺമെൻറ് ഹൈസ്കൂളിൽ 1 മണിക്കൂറാണ് പൊതുദർശനം ഉണ്ടാവുക. പൊതുദർശനത്തിന് ശേഷം 10 മണിയോടെ മൃതദേഹങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുപോകും. സംസ്കാരമൊക്കെ ഉച്ചയോടെയാണ് ഉണ്ടാകുക. കേരളത്തെ നടുക്കിയ ഒരു അപകട വാർത്ത എന്ന് തന്നെ പറയേണ്ടി വരും. അത്രത്തോളം 9 മലയാളികളാണ് മരിച്ചിരിക്കുന്നത്. എന്തായാലും ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ വളപ്പിലാണ് പൊതുദർശനം ആരംഭിക്കുക. 1 മണിക്കൂറോളം സ്കൂളിൽ പൊതുദർശനം ഉണ്ടായിരിക്കും. സ്കൂളിലെ അധ്യാപകർ ഉൾപ്പെടെയാണ് ഈ ഒരു അപകടത്തിൽ മരിച്ചിരിക്കുന്നത്. ഈ ഒരു അപകട വാർത്തയിൽ ഇപ്പോൾ പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും മറ്റ് നേതാക്കന്മാരും ഒക്കെ ദുഃഖം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ മുഖ്യമന്ത്രി ഇവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുമെന്നും ഇത്തരത്തിലൊരു പോസ്റ്റ് ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുണ്ട്. എന്തായാലും എല്ലാവരും അതീവ ദുഃഖത്തോടെയാണ് ഈ ഒരു വാർത്ത കണ്ടത്. എന്തായാലും തമിഴ്നാട് വാൽപ്പാറയിൽ ട്രാവലർ മറിഞ്ഞ് 9 മലയാളികൾ മരിച്ചതിൽ 9 പേരുടെയും പൊതുദർശനം ഉടൻ തന്നെ ഉണ്ടാകുമെന്നൊരു വിവരമാണ് നമുക്ക് ഇപ്പോൾ ഈ മണിക്കൂറുകളിൽ ലഭിക്കുന്നത്. അമ്പലപ്പറമ്പ് ഗവൺമെൻറ് സ്കൂളിൽ 1 മണിക്കൂറാണ് പൊതുദർശനം ഉണ്ടാകുക. പൊതുദർശനത്തിന് ശേഷം 10 മണിയോടെ മൃതദേഹങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുപോകും. സംസ്കാരം ഉടൻ തന്നെ ഉണ്ടാകും. സംസ്കാരം ഉച്ചയോടെ തന്നെ ഉണ്ടാകുമെന്നൊക്കെയാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. എന്തായാലും വലിയൊരു ദുഃഖകരമായ ഒരു വാർത്ത തന്നെയാണ് ഇപ്പോഴും തുടർന്ന്. ഇപ്പോൾ സ്കൂൾ വളപ്പിലെ ദൃശ്യങ്ങളൊക്കെ നമുക്ക് ലഭ്യമാണ്. ആളുകളൊക്കെ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇവരുടെ ഈ ഒരു വിയോഗത്തിൽ പങ്കുചേരാനായി ആയിട്ടാണ് നാട് ഒന്നാകെ വിട ചൊല്ലാൻ ഒരുങ്ങുകയാണ് ഈ ഒരു നാട്. അപകടത്തിൽപ്പെട്ടത് മലപ്പുറം പാങ്ങ് പള്ളിപ്പറമ്പ് GLP സ്കൂളിലെ അധ്യാപകരാണ്. ഈ ഒരു നമുക്കിപ്പോൾ ഇവിടുത്തെ വാർഡ് മെമ്പറായിട്ടുള്ള അബ്ദുൾ റഹ്മാൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ അബ്ദുൾ റഹ്മാൻ, ഈ ഒരു വലിയൊരു നടുക്കത്തോടെ തന്നെ ഈ ഒരു വാർത്ത കേൾക്കേണ്ടി വരും. ഇപ്പോഴിതാ സംസ്കാര ചടങ്ങുകളൊക്കെ ഉച്ചയോടെ ഉണ്ടാകും. പൊതുദർശനം സ്കൂളിൽ വെച്ച് നടക്കുകയാണ്. ഈ ഒരു വിയോഗത്തെ നാട് എങ്ങനെയാണ് കാണുന്നത്? ആംബുലൻസുകള് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ആദ്യത്തെ ആംബുലൻസ് വന്നു കഴിഞ്ഞു. വമ്പിച്ച പുരുഷാരം ഒരു 6 മണി മുതലേ ഇവിടെ തടിച്ചുകൂടിയിരിക്കുകയാണ്. സ്ത്രീകളും കുട്ടികളും അടക്കം പൊരി വെയിലത്ത് ഈ ശരീരങ്ങളൊന്ന് കാണാൻ വേണ്ടി, ഒരു നോക്ക് കാണാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. ഇതാ ആദ്യത്തെ ആംബുലൻസ് കയറി കഴിഞ്ഞു. 9 ആംബുലൻസുകളാണ് 9 ബോഡികളുമായി. ഹലോ ഹലോ തുടർന്നോളൂ. ഇതാ വലിയ വമ്പിച്ച ജനക്കൂട്ടം, വലിയ ജനത്തിരക്കാണ്. അതുകൊണ്ട് തന്നെ പോലീസും വളണ്ടിയേഴ്സും ജനങ്ങളെ നിയന്ത്രിക്കാൻ വേണ്ടി പാടുപെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ആംബുലൻസുകൾ മൃതമായിട്ട് ഗ്രൗണ്ടിലേക്ക് കിടക്കുകയാണ്. ഈ മരിച്ച ആളുകളുടെ ബന്ധുക്കള്, അവരുടെ ശിഷ്യന്മാര്, അതുപോലെ തന്നെ പാങ്ങിന്റെയും പരിസര പ്രദേശങ്ങളിൽ നിന്നുള്ള വമ്പിച്ച പുരുഷാരാണ്. ഈ നാടിന്റെ ചരിത്രത്തിലില്ലാത്ത രീതിയിലുള്ള ദുഃഖസാന്ദ്രമായ ഒരു അന്തരീക്ഷത്തില് വലിയ ജനക്കൂട്ടാണ് ഇവിടെ കൂടിയിട്ടുള്ളത്. ശരി, വ്യക്തമാണ് അബ്ദുൾ റഹ്മാൻ. നന്ദിയുണ്ട് നമുക്കൊപ്പം ചേർന്നതിന്. വാർഡ് മെമ്പറായിട്ടുള്ള അബ്ദുൾ റഹ്മാനാണ് ഇപ്പോൾ നമുക്കൊപ്പം ചേർന്നത്. എന്തായാലും ജനക്കൂട്ടം തന്നെ ഈ ഒരു സ്കൂൾ പറമ്പിലേക്ക് എത്തിയിട്ടുണ്ടെന്നാണ് ഇപ്പോൾ വാർഡ് മെമ്പറും നമ്മളെ അറിയിക്കുന്നത്. എന്തായാലും 9 പേരുടെയും മൃതദേഹം എത്തിച്ചിട്ടുണ്ട്. പൊതുദർശനം ഉടൻ തന്നെ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഗവൺമെൻറ് സ്കൂളിൽ, അമ്പലപ്പറമ്പ് ഗവൺമെൻറ് സ്കൂളിൽ 1 മണിക്കൂറാണ് പൊതുദർശനം ഉണ്ടാവുക. പൊതുദർശനത്തിന് ശേഷം 10 മണിയോടെയാണ് മൃതദേഹങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുപോകും. എന്തായാലും ബന്ധുക്കളും നാട്ടുകാരും ഒക്കെ ഈ ഒരു വിയോഗത്തിൽ പങ്കുചേരാനായി ഈ ഒരു സ്കൂൾ പരിസരത്ത് എത്തിച്ചേർന്നിട്ടുണ്ട്. വളരെ ദുഃഖത്തോടെ തന്നെയാണ് ഈ ഒരു വാർത്തയെ നോക്കിക്കാണുന്നത്. എന്തായാലും ഇവരുടെ സംസ്കാരം ഉച്ചയോടെ തന്നെ ഉണ്ടാകും. ഇതിൽ അപകടത്തിൽപ്പെട്ട
4 പേരിൽ 3 പേരുടെ നില ഇപ്പോഴും ഗുരുതരമായി തന്നെ തുടരുകയാണ്. അവർ ആശുപത്രിയിലാണ്. എന്തായാലും 3 പേരുടെ നില അതീവ ഗുരുതരമെന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. എന്തായാലും മരിച്ച 9 പേരെയും ഇപ്പോൾ നാട്ടിലേക്ക് കൊണ്ടുവരികയാണ്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷമാണ് ഇവരെ നാട്ടിലേക്ക് കൊണ്ടുവരിക. പൊതുദർശനത്തിന് വേണ്ടി ഒരുങ്ങുകയാണ്. ഈ ഒരു സ്കൂൾ പറമ്പൊക്കെ വലിയ ഒരു ദുഃഖത്തോടെ തന്നെയാണ് ഈ ഒരു നാട് ഈ ഒരു വിയോഗ വാർത്ത ഉൾക്കൊള്ളുന്നത്. എന്തായാലും ഇപ്പോൾ ഇതാ സ്കൂൾ പരിസരത്തൊക്കെ ജനങ്ങളെല്ലാം കൂടുന്ന ഒരു കാഴ്ച തന്നെ നമുക്ക് കാണാൻ സാധിക്കും. എന്തായാലും 9 പേരുടെയും പൊതുദർശനം ഉടൻ തന്നെ ഉണ്ടാകും. അമ്പലപ്പറമ്പ് ഗവൺമെൻറ് ഹൈസ്കൂളിലാണ് 1 മണിക്കൂർ പൊതുദർശനം ഉണ്ടാകുക. സ്കൂളിലെ അധ്യാപകർ ഉൾപ്പെടെ ഈ ഒരു മരിച്ചവരിലുണ്ട്. അതുകൊണ്ട് തന്നെ സ്കൂൾ പരിസരത്താണ് ഈ ഒരു പൊതുദർശനം സംഘടിപ്പിച്ചിരിക്കുന്നത്. എന്തായാലും പൊതുദർശനത്തിന് ശേഷം 10 മണിയോടെ മൃതദേഹങ്ങളൊക്കെ വീടുകളിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇന്നലെയാണ് ഈ ഒരു നാടിനെ നടുക്കിയ വലിയൊരു അപകട വാർത്ത നമ്മൾ അറിയുന്നത്. ഇന്നലെ വൈകുന്നേരം ഏകദേശം 5:30യോടെയാണ് ഇത്തരത്തിലൊരു അപകടമുണ്ടായത്. വിനോദയാത്രയ്ക്കായി പുറപ്പെട്ട അധ്യാപക സംഘത്തിൻ്റെ ട്രാവലറാണ് ഈ തമിഴ്നാട് വാൽപ്പാറയിൽ വെച്ച് ഇത്തരത്തിലൊരു അപകടത്തിൽ പെടുന്നത്. വാൽപ്പാറ എന്ന് പറയുമ്പോൾ വിനോദസഞ്ചാര കേന്ദ്രം തന്നെയാണ്. ഇവിടേക്ക് വിനോദയാത്ര പോയ ഈ ഒരു അധ്യാപക സംഘമാണ് സംഘത്തിൻ്റെ ട്രാവലറാണ് ഇത്തരത്തിൽ അപകടത്തിൽ പെട്ടുന്നത്. 9 മലയാളികളാണ് ഇതിൽ മരിച്ചിരിക്കുന്നത്. എന്തായാലും 9 പേരുടെയും പോസ്റ്റ്മോർട്ടം ഇന്നലെ രാത്രി 12 മണിയോടെ തുടങ്ങി രാവിലെയോടെ പൂർത്തിയായിട്ടുണ്ട്. എന്തായാലും ഇവരുടെയൊക്കെ മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഇപ്പോൾ നാട്ടിലേക്ക് എത്തിച്ചിരിക്കുന്നു. ഇപ്പോൾ പൊതുദർശനവും ഉടൻ തന്നെ ഉണ്ടാകും. ഈ ഒരു അമ്പലപ്പറമ്പ് ഗവൺമെൻറ് ഹൈസ്കൂളിലെ അധ്യാപകരും ഈ മരിച്ചവർ ഉൾപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 1 മണിക്കൂറായിരിക്കും ഈ ഒരു സ്കൂളിൽ പൊതുദർശനത്തിന് വയ്ക്കുക. ഇവിടെ ജനങ്ങളൊക്കെ തടിച്ചുകൂടിയിരിക്കുകയാണ്. ഇത്തരത്തിൽ ഈ ഒരു വിയോഗ വാർത്ത ഉൾക്കൊള്ളാനാകാതെ വിങ്ങിപ്പൊട്ടി നിൽക്കുകയാണ് ഈ ഒരു നാട് മുഴുവൻ. എന്തായാലും 10 മണിയോടെ ഈ ഒരു പൊതുദർശനത്തിന് ശേഷം മൃതദേഹങ്ങൾ ഇവരുടെയൊക്കെ വീടുകളിലേക്ക് കൊണ്ടുപോകും. ബന്ധുക്കളും ഒക്കെ ഈ ഒരു പൊതുദർശനത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. എന്തായാലും സംസ്കാരമൊക്കെ ഇവരുടെ ഉച്ചയോടെയാണ് നടക്കുക. വലിയൊരു വിയോഗ വാർത്ത തന്നെയാണ് ഈ ഒരു സമയത്ത് നൽകാനുള്ളത്. എന്തായാലും 7 സ്ത്രീകളും 1 പുരുഷനും 1 കുട്ടിയുമുണ്ട്. എന്തായാലും ഈ ഒരു മരിച്ചതിൽ എന്തായാലും പൊതുദർശനം ഉടൻ തന്നെ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. എന്തായാലും ആംബുലൻസൊക്കെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷമാണ് മൃതദേഹങ്ങളൊക്കെ നാട്ടിലേക്ക് എത്തിക്കുന്നത്. എന്തായാലും വലിയൊരു അപകടം തന്നെ, കേരളത്തെ ഞെട്ടിച്ചൊരു അപകടം എന്ന് തന്നെ പറയേണ്ടി വരും. പ്രധാനമന്ത്രി, മുഖ്യമന്ത്രിയും ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കന്മാരൊക്കെയും ഈ ഒരു അപകടത്തിൽ അതീവ ദുഃഖം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇവർക്ക് വേണ്ട എല്ലാവിധ സഹായങ്ങളും ബന്ധുക്കൾക്കൊക്കെ നൽകാമെന്നുള്ള രീതിയിലൊരു പോസ്റ്റൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും അതീവ ദുഃഖം തന്നെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. വലിയൊരു അപകട വാർത്ത തന്നെയാണ് കേരളം ഇന്നലെ കേട്ടത്. ഇന്നലെ 5:30യോടുകൂടിയായിരുന്നു ഈ ഒരു നാടിനെ നടുക്കിയൊരു വാർത്ത എത്തുന്നത്. മലപ്പുറം പാങ്ങ് പള്ളിപ്പറമ്പ് ഗവൺമെൻറ് LP സ്കൂളിൽ നിന്നുള്ള അധ്യാപക സംഘം, വിനോദയാത്രയ്ക്ക് പുറപ്പെട്ട അധ്യാപക സംഘം വളരെ സന്തോഷകരമായി തുടർന്നു കൊണ്ടുപോയ ഒരു യാത്ര അവസാനം ചെന്നെത്തുന്നത് ഒരു അപകടത്തിലേക്കാണ്. വളരെ ദുഃഖത്തിലേക്കാണ് ഈ ഒരു യാത്ര ചെന്നെത്തുന്നത് എന്ന് തന്നെയാണ് ഏറ്റവും ദുഃഖകരമായൊരു വിവരം. സഞ്ചരിച്ച വാൻ ഇന്നലെ വൈകുന്നേരം ഏകദേശം 5:30യോടുകൂടി അപകടത്തിൽ പെടുകയായിരുന്നു. ഈ ഒരു വാൽപ്പാറയിലുള്ള ചുരത്തിലുള്ള ഒരു ഹെയർപിൻ വളവിൽ 13ാം വളവിൽ വെച്ചാണ് ഈ ഒരു അപകടമുണ്ടായത്. ഒരു ഗുരുതരമായ ഒരു അപകടം തന്നെയാണ്. നമ്മൾ ഇന്നലെയും ഈ ഒരു വാർത്തയിൽ കണ്ടതാണ്. ഈ വാഹനങ്ങളൊക്കെ പൂർണ്ണമായും തകർന്നൊരവസ്ഥയായിരുന്നു. വിവരങ്ങളുമായി വൈഷ്ണ ചേരുന്നുണ്ട്. വൈഷ്ണ, ഇപ്പോൾ വാർഡ് മെമ്പർ നമ്മളുമായിട്ട് സംസാരിച്ചിരുന്നു. ഇപ്പോൾ മൃതദേഹങ്ങളൊക്കെ എത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ സംസ്കാര ചടങ്ങുകൾ, പൊതുദർശന ചടങ്ങുകളിലേക്കൊക്കെ കടക്കുകയാണ്. വളരെ ദുഃഖത്തോടു കൂടി തന്നെയാണ് ആ വാർഡ് മെമ്പറും സംസാരിക്കുന്നത്. വിവരങ്ങൾ എങ്ങനെയാണ്? അരുണിമ, അമ്പലപ്പറമ്പിലെ ഹൈസ്കൂളിലേക്ക് 9 പേരുടെയും മൃതദേഹങ്ങൾ എത്തിച്ചിരിക്കുകയാണ്. ഉടൻ പൊതുദർശനം ആരംഭിക്കും. വാൽപ്പാറ ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ട 9 പേരുടെയും മൃതദേഹം അമ്പലപ്പറമ്പ് ഹൈസ്കൂളിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. നാട് ഒന്നാകെ ഈ ഒരു പൊതുദർശനത്തിനായി എത്തിയിരിക്കുകയാണ്. കാരണം ആ ഒരു സ്കൂളിലെ കൂടുതൽ അധ്യാപകരാണ് ഈ ഒരു അപകടത്തിൽപ്പെട്ടിട്ടുള്ളത്. അവിടുത്തെ കുഞ്ഞുങ്ങളും അവിടുത്തെ അധ്യാപകരും നാട്ടുകാരും ഒക്കെ വളരെ വേദനയോടെയാണ് ഈ ഒരു നിമിഷത്തെ നോക്കി കാണുന്നത്. ജനങ്ങൾ
ഒന്നാകെ അവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. മൃതദേഹം 9 ആംബുലൻസുകളിലായിട്ട് ആ ഒരു നാടിനെ മുഴുവൻ വേദനയിൽ ആഴ്ത്തിക്കൊണ്ടാണ് അവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇങ്ങനൊരു അപകടം ഉണ്ടാവുമ്പോഴും, അപകടം സംഭവിച്ചു എന്നൊരു വാർത്ത പുറത്തു വന്നപ്പോഴും ഇത്ര വലിയൊരു അപകടമാണ്, അതുപോലെ 9 പേർ മരണപ്പെട്ടു എന്നുള്ള കാര്യം, അതായത് ആ ഒരു കാര്യമൊന്നും ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. ഒരു ചെറിയ അപകടം എന്ന രീതിയിൽ ഉണ്ടായിരുന്നിടത്ത് നിന്ന് കൂടുതൽ വളരെ ദാരുണമായ ഒരു സംഭവത്തിലേക്ക് മാറിയിരിക്കുകയാണ്. 9 പേർ മരിക്കുകയും അതുപോലെ 3 പേർ ഇപ്പോഴും ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ്. ഈ അപകടത്തിൽ പൊള്ളാച്ചിയിൽ നിന്ന് ആംബുലൻസിന് ഒന്നിനു പുറകെ ഒന്നായി ഈ ആംബുലൻസ് വരുമ്പോൾ ആ ഒരു നാട് വേദനയോടെയാണ് ഈ ഒരു സംഭവം നോക്കിക്കാണുന്നത്. അതുപോലെ സ്കൂൾ മുറ്റത്ത്, കളിച്ചിരികൾ മാത്രം നിറഞ്ഞ സ്കൂൾ മുറ്റത്ത് ഇപ്പോൾ ആംബുലൻസുകളാണ് നിറഞ്ഞു നിൽക്കുന്നത്. അതുപോലെ അപകടത്തിൽ മരിച്ചത് പള്ളിപ്പറമ്പ് ഗവൺമെൻറ് LP സ്കൂളിലെ അധ്യാപിക, പ്രധാന അധ്യാപികയായ അജിത, മറ്റ് അധ്യാപികമാരായ റംലത്ത്, സുഹറ, ആശ, അധ്യാപകനായിട്ടുള്ള അബ്ദുൾ മജീദ്, ഭാര്യ റുഖിയ, പാചകത്തൊഴിലാളിയായ സാജിദ, സുഹറയുടെ മകൻ ഹിഷാം, അതുപോലെ സമീപ സ്കൂളിലെ അധ്യാപിക ഷക്കീന എന്നിവരാണ്. അതുപോലെ കാഴ്ച പരിമിതിയുള്ള അബ്ദുൾ മജീദിനൊപ്പം യാത്ര പോയതായിരുന്നു ഭാര്യ റുഖിയ. ഷക്കീന അടുത്തുള്ള സ്കൂളിലേക്ക് സ്ഥലമാറ്റം നേടിയിട്ടുണ്ടായിരുന്നുവെങ്കിലും മുമ്പ് പഠിപ്പിച്ച സ്കൂളിലെ വിനോദയാത്രയിൽ പങ്കെടുക്കാനായിട്ട് എത്തിയതായിരുന്നു. അതുപോലെ ഇപ്പോൾ 1 മണിക്കൂർ നേരമാണ് ഈ അമ്പലപ്പറമ്പ് ഹൈസ്കൂളിൽ പൊതുദർശനം നടത്തുന്നത്. 1 മണിക്കൂറിന് ശേഷം ഇവരെ സംസ്കാരത്തിനായി കൊണ്ടുപോകും. വിവിധ മഹല്ലങ്ങളിലെ ഖബർസ്ഥാനങ്ങളിൽ ഖബറടക്കം നടക്കും. മാട്ടാത്ത് മഹലിൽ മജീദ്, റുക്കിയ ദമ്പതികളെ ഖബറടക്കും. പാങ് ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ റംലത്ത്, സാജിദ, ഷക്കീന എന്നിവരെയും, ഈസ്റ്റ് പാങ് മസ്ജിദിൽ സുഹറയെയും മകൻ ഹിഷാമിനെയും ഖബറടക്കും. അതുപോലെ P അജിതയുടെ മൃതദേഹം പുലാമന്തോളിലെ വീട്ടിലേക്കും ആശയുടെ മൃതദേഹം കൊളത്തൂരിലെ വീട്ടിലേക്കും പൊതുദർശനത്തിന് ശേഷം കൊണ്ടുപോകും. ഒരു നാടൊന്നാകെ ഇവരെ കാണാൻ, അവസാനമായി ഒരു നോക്ക് കാണാൻ വേണ്ടി എത്തിയിരിക്കുകയാണ്. വളരെ ഒരു ദാരുണമായ സംഭവം തന്നെയായിരുന്നു നടന്നത്. 3 പേർ ഇപ്പോഴും ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ്. ഈ ഒരു അപകടത്തിൽ അനുശോചനം രേഖപ്പെടുത്തി മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും അതുപോലെ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവരൊക്കെ രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു. അപകടത്തിൽ യാത്രികർക്ക് ജീവൻ നഷ്ടപ്പെട്ടത് ഏറെ ദുഃഖകരമാണെന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. വിയോഗം നാടിനാകെ നികത്താനാവാത്ത നഷ്ടമാണ്. മരിച്ചവരുടെയും കുടുംബാംഗങ്ങളുടെയും സുഹൃത്തുക്കളുടെയും ദുഃഖത്തിൽ പങ്കുചേരുന്നു. പരിക്കേറ്റവർക്ക് ആവശ്യമെങ്കിൽ മികച്ച ചികിത്സ ഉറപ്പാക്കാൻ ബന്ധപ്പെട്ടവർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് ആവശ്യമായ സഹായങ്ങൾ സർക്കാർ നൽകുമെന്നും മുഖ്യമന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ അപകടത്തിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ, വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി, മുസ്ലിം ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടി, അതുപോലെ ഒട്ടനവധി പേർ അനുശോചനം രേഖപ്പെടുത്തി വന്നിട്ടുണ്ടായിരുന്നു. വിനോദയാത്രാ സംഘം സഞ്ചരിച്ച വാഹനം അപകടത്തിൽപ്പെട്ട വാർത്ത അങ്ങേയറ്റം ദുഃഖകരമാണെന്നാണ് പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചത്. അപകടത്തിൽ പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ട കുടുംബങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നുവെന്നും അവർക്കായി പ്രാർത്ഥിക്കുന്നതായും അദ്ദേഹം അറിയിച്ചു. മലപ്പുറം സ്വദേശികളായ ഒരു സംഘം അധ്യാപകരാണ് ഈ അപകടത്തിൽപ്പെട്ടിട്ടുള്ളത്. 7 സ്ത്രീകളും 1 പുരുഷനും 1 കുട്ടിയും ഉൾപ്പെടെയാണ് അപകടത്തിൽ മരിച്ചിട്ടുള്ളത്. തമിഴ്നാട് വാൽപ്പാറയിലെ ട്രാവലർ മറിഞ്ഞ് 9 മലയാളികൾ മരിച്ച വാർത്ത വളരെ ഞെട്ടലോടെ തന്നെയാണ് കേരളം കേട്ടത്. മലപ്പുറം പാങ് പള്ളിപ്പറമ്പ് ഗവൺമെൻറ് LP സ്കൂളിൽ നിന്നുള്ള വിനോദയാത്രാ സംഘമാണ് ഇത്തരത്തിൽ അപകടത്തിൽപ്പെടുന്നത്. വളരെ സന്തോഷകരമായി സ്കൂളിൽ നിന്ന് പുറപ്പെട്ട ഒരു യാത്രാ സംഘം വാൽപ്പാറയിലെ 13ാം ഹെയർപിൻ വളവിലെത്തിയപ്പോൾ അപകടത്തിൽപ്പെടുന്നു. വലിയൊരു ദുഃഖ വാർത്ത തന്നെയായിരുന്നു, ഒരു അപകട വാർത്ത തന്നെയാണ്. ഇന്നലെ വൈകുന്നേരത്തോടെയാണ് ഈ ഒരു അപകടമുണ്ടായത്. ഞെട്ടലോടെ തന്നെയാണ് ഈ ഒരു നാടും ഈ ഒരു അപകട വാർത്ത
വാർത്ത കേട്ടത്. എന്തായാലും ഇവരുടെ പോസ്റ്റ്മോർട്ടം ഒക്കെ പൂർത്തിയായി, മൃതദേഹങ്ങളൊക്കെ നാട്ടിലെത്തിച്ചിട്ടുണ്ട്. തമിഴ്നാട് വാൽപ്പാറയിലുണ്ടായ അപകടത്തിലെ മരിച്ച 9 മലയാളികളുടെയും പൊതുദർശനം സ്കൂൾ വളപ്പിൽ ഉടൻ തന്നെ ഉണ്ടാകും. അമ്പലപ്പറമ്പ് ഗവൺമെൻറ് ഹൈസ്കൂളിൽ 1 മണിക്കൂറാണ് പൊതുദർശനത്തിന് വയ്ക്കുക. പൊതുദർശനത്തിന് ശേഷം 10 മണിയോടെ മൃതദേഹങ്ങൾ വീടുകളിലേക്ക് കൊണ്ടുപോകും. സംസ്കാരം ഉച്ചയോടെ ഉണ്ടാകും. എന്തായാലും നാട്ടുകാരൊക്കെയും ഈ ഒരു പൊതുദർശനത്തിനായി സ്കൂൾ വളപ്പിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. മന്ത്രി വി ശിവൻകുട്ടിയും ഈ ഒരു ചടങ്ങിൽ ഈ ഒരു പൊതുദർശനത്തിനായി എത്തിയിട്ടുണ്ട്. എന്തായാലും വലിയൊരു ദുഃഖ വാർത്ത തന്നെയാണ് കേരളം ഇന്നലെ കേട്ടത്. വലിയൊരു അപകട വാർത്ത തന്നെയാണ്. 9 മലയാളികളാണ് മരിച്ചിരിക്കുന്നത്. ഒരു അധ്യാപക സംഘം വിനോദസഞ്ചാരത്തിനായി, അതായത് വിനോദയാത്രയ്ക്കായി പുറപ്പെട്ട ഒരു അധ്യാപക സംഘമാണ് ഇപ്പോൾ അപകടത്തിൽപ്പെട്ടിരിക്കുന്നത് എന്നൊരു വാർത്ത കേരളം ഇന്നലെ കേട്ടത്. വലിയൊരു ദുഃഖ വാർത്ത തന്നെയാണ്. വിവരങ്ങളുമായി ഡി ബിനോയാണ് ചേരുന്നത്. ബിനോയ്, കേരളത്തെ നടുക്കിയ ഒരു അപകട വാർത്തയായിരുന്നു ഇന്നലെ എത്തിയത്. ഇപ്പോഴിതാ മൃതദേഹങ്ങളൊക്കെ പൊതുദർശനത്തിന് സ്കൂൾ തയ്യാറെടുക്കുകയാണ്. എല്ലാവരും വലിയൊരു വിയോഗത്തിൽ തന്നെയാണ്. ഇവരുടെ ഈ വിയോഗത്തെ നാടെങ്ങനെയാണ് നോക്കിക്കാണുന്നത്? കോയമ്പത്തൂരിൽ നിന്നുള്ള അവസാന ആംബുലൻസും സ്കൂളിൻ്റെ അങ്കണത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഏകദേശം 1 മണിക്കൂർ സമയമാണ് ഈ മരണമടഞ്ഞവരുടെ മൃതദേഹങ്ങൾ പൊതുദർശനത്തിനായി ഇവിടെ വെക്കുക. അവരെ ആ സ്കൂളുമായി അടുത്ത് ബന്ധമുള്ളവരെല്ലാം തന്നെ ഇന്നലെ രാത്രി മുതൽ ആ LP സ്കൂളിലും പരിസരത്തുമൊക്കെ ഉണ്ടായിരുന്നു. ഏറ്റവും വേണ്ടപ്പെട്ടവർ, അതായത് ആ സ്കൂളിൽ അടുത്ത് താമസിക്കുന്നവരാണ് ഈ അധ്യാപകരെല്ലാം തന്നെ. അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും കാണുന്ന മുഖങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാൻ കഴിയും. അങ്ങനെ അവർക്ക് അന്ത്യയാത്ര പറയുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ അന്ത്യയാത്ര ചൊല്ലുന്നതിന് വേണ്ടി എത്തിയ ഒരു നിമിഷങ്ങളിലേക്കാണ് എത്തുന്നത്. അക്ഷരാർത്ഥത്തിൽ ഒരു വലിയ ദുഃഖം തളം കെട്ടി നിൽക്കുന്ന ഒരു നിമിഷം എന്ന് വേണമെങ്കിൽ പറയാൻ കഴിയും. 2 സർക്കാരുകൾ ഒരുമിച്ച് പ്രവർത്തിച്ചത് കൊണ്ടാണ് ഇത്ര വേഗത്തിൽ ആ മൃതദേഹങ്ങൾ ഇവിടെ എത്തിക്കാൻ കഴിഞ്ഞതെന്ന് നമുക്ക് പറയാം. അതുപോലെ തന്നെ സന്നദ്ധ സംഘടനകൾ ഉൾപ്പെടെയുള്ളവർ ഇവിടെ എത്തി അവരുടെ ഒരു കൂട്ടായ പ്രയത്നത്തിലൂടെയാണ് ഈ തിരക്ക് നിയന്ത്രിക്കുന്നതിനും മറ്റ് സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിരിക്കുന്നത്. ഈ സ്കൂളിൽ അത്യാവശ്യം സ്ഥല സംവിധാനങ്ങൾ ഉള്ളതുകൊണ്ടാണ് സ്കൂളിൽ പൊതുദർശനം ഇവിടേക്ക് മാറ്റിയത്. മന്ത്രി വി ശിവൻകുട്ടി ഉൾപ്പെടെയുള്ളവർ ഈ സ്കൂളിൽ എത്തിയിട്ടുണ്ട്. കാരണം ആ സ്കൂൾ എന്ന് പറയുമ്പോൾ വളരെ അടുത്ത് ബന്ധമുള്ള എന്നും കാണുന്ന ആളുകളാണ്. ഇങ്ങനെ ഒരു വിനോദയാത്രയ്ക്ക് ഇന്നലെ രാവിലെ 9 മണിയോടുകൂടിയാണ് ഇവർ പുറപ്പെടുന്നത്. വിനോദയാത്രയ്ക്ക് പോകുന്ന സംഘാംഗങ്ങൾ ഇടയ്ക്ക് പകർത്തിയ വളരെ സന്തോഷം നിറഞ്ഞ മുഖങ്ങളോടെ ചിത്രങ്ങളൊക്കെ കാണുമ്പോൾ വളരെ വേദനയോടുകൂടി തന്നെയാണ് ഓരോരുത്തരും നോക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട കാര്യം. ഇന്നലെ വൈകുന്നേരത്ത് അപകടം നടക്കുന്ന സമയത്തും ആദ്യം ആ സ്കൂൾ പരിസരത്തുള്ളവരും തന്നെ GLP സ്കൂളിലെ അധ്യാപകരും കുഞ്ഞുങ്ങൾക്കുമൊക്കെ തന്നെ അപ്പോൾ അവരുടെ പ്രിയപ്പെട്ട അധ്യാപകരെ ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി ഉള്ള അവസരം ഒരുക്കിയിട്ടുണ്ട്. ഈ പ്രധാന അധ്യാപിക ഉൾപ്പെടെയുള്ളവർ ഈ പരിസരത്ത്, ആ സ്കൂളിൻ്റെ പരിസരത്ത് താമസിക്കുന്നവരാണ്. അവരുടെ ഒക്കെ ചേതനയേറ്റ ശരീരമാണ് ഇപ്പോൾ ഈ അപകടം നടന്നതിന് ശേഷം പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി ഈ സ്കൂൾ അങ്കണത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത്. അല്പസമയത്തിനുള്ളിൽ തന്നെ പൊതുദർശനവുമായി ബന്ധപ്പെട്ട നടപടികൾക്ക് കടക്കും. അമ്പലപ്പുറം ഗവൺമെൻറ് ഹൈസ്കൂളിൽ ഇന്നലെ മുതൽ തന്നെ ഇതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിരുന്നു. കാരണം ശീതീകരിച്ച ഈ സംവിധാനങ്ങളിലാണ് ഇവരുടെ മൃതദേഹങ്ങൾ ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാകുന്നതുവരെ സൂക്ഷിക്കുക. ഇന്നലെ തന്നെ അവിടെ നിന്ന് കോയമ്പത്തൂരിലെ ജില്ലാ കളക്ടറും 2 പോലീസ് DGPമാരുമെല്ലാം ഇടപെട്ടുകൊണ്ട് വളരെ വേഗത്തിൽ തന്നെ പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയിരുന്നു. അപകടത്തിൽ പരിക്ക് പറ്റിയവർ ഇപ്പോഴും ആശുപത്രികളിൽ തുടരുകയാണ്. ഉറ്റവർ വേർപെട്ടുപോയ ആ യാത്ര, അല്ലെങ്കിൽ യാത്ര പറഞ്ഞു പോയത് ഇവരാരും തന്നെ അറിഞ്ഞിട്ടില്ല. അതീവ ഗുരുതരമായ പരിക്കേറ്റ ഒരാളൊഴികെ ബാക്കിയുള്ളവരൊക്കെ തന്നെ വലിയ പ്രതിസന്ധികളില്ലാതെ അവരുടെ ചികിത്സയുമായി പ്രതികരിച്ച് മുന്നോട്ട് പോകുന്നു എന്നുള്ള വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇന്നലെ വൈകുന്നേരം 5:15 മണിയോടുകൂടിയാണ് ആ ഒരു പ്രദേശത്തെ, ആ ഒരു ചെറിയ ഗ്രാമമാണ് ആ സ്ഥലത്തിൻ്റെ, ആ സ്കൂളിലെ പ്രിയപ്പെട്ട അധ്യാപകരുടെ വേർപാട് ആ നാട് അറിയുന്നത്. അറിഞ്ഞ ഉടൻ തന്നെ പലപ്പോഴായി പല വാഹനങ്ങളിലായി അധ്യാപകരുടെ ബന്ധുക്കളും ആ സ്കൂളുമായി അടുത്തു ബന്ധമുള്ള ആളുകളും PTA ഭാരവാഹികളും ഒക്കെ തന്നെ പൊള്ളാച്ചിയിലേക്കും ആ അപകട സ്ഥലത്തേക്കുമൊക്കെ പോയിരുന്നു.
വളരെ വേഗത്തിൽ ഒപ്പം രക്ഷാപ്രവർത്തനങ്ങൾ നടത്തുന്ന കാര്യത്തിൽ കോയമ്പത്തൂരിലെ ജില്ലാ ഭരണകൂടവും പോലീസ് അധികാരികളുമൊക്കെ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുന്ന കാഴ്ചയും കഴിഞ്ഞ ദിവസം കണ്ടതാണ്. എന്തായാലും വളരെ വേദനാജനകമായ ഒരു അന്തരീക്ഷത്തിലൂടെ അമ്പലപ്പറമ്പ് ഗവൺമെൻറ് ഹൈസ്കൂളും പരിസരവും കടന്നു പോകുന്നു എന്ന് തന്നെ നമുക്ക് പറയാം. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ വേനലവധിക്ക് പിരിയുന്നതിന് തൊട്ട് മുമ്പ് എല്ലാ കുട്ടികളും അധ്യാപകരും ഒത്തുചേർന്നു. അന്ന് അവർ ഒരു പദ്ധതി ഇട്ടതായിരുന്നു വാൽപ്പാറയിലേക്കുള്ള ഒരു യാത്ര. അതിൽ 2-3 അധ്യാപകർ ഒഴികെ ബാക്കിയുള്ളവരെല്ലാം ഈ സംഘത്തിൽ അണിചേർന്നു. ഒരു അധ്യാപകൻ്റെ കുടുംബവും ഒരുമിച്ചായിരുന്നു അവരുടെ യാത്രകളും എല്ലാം തന്നെ. ഏകദേശം ഒരു 3 മണിയോടുകൂടി തന്നെ വാൽപ്പാറയിൽ അവരെത്തി അവരുടെ സന്ദർശനങ്ങളൊക്കെ പൂർത്തിയാക്കി മടങ്ങി വരവെയാണ് ഈ 13-ാം വളവിൽ വെച്ച് അതിദാരുണമായ തരത്തിൽ ഈ അപകടമുണ്ടാകുന്നതും 9 ജീവനുകൾ നഷ്ടമാകുന്നതും. 8 ജീവനുകൾ അപകട സ്ഥലത്ത് വെച്ചും 1 ജീവൻ ആശുപത്രിയിൽ വെച്ചുമാണ് പൊലിഞ്ഞത്. പക്ഷേ അതിനും അപ്പുറത്തേക്ക് ആ നാടിനൊരു വലിയ ഓർമ്മയുണ്ട്. കാരണം എന്നും കാണുന്ന മുഖങ്ങൾ, എല്ലാവരും പരിചയമുള്ളവർ, ആ സ്കൂൾ അത്രയധികം നാടുമായി അടുത്ത ബന്ധമുള്ള സ്കൂൾ, അടുത്ത ബന്ധമുള്ള അധ്യാപകർ, ആ നാട്ടിൽ അവിടെയൊക്കെ താമസിക്കുന്ന അധ്യാപകർ, അവരൊക്കെ വിട്ടുപിരിയുമ്പോൾ ഒരിക്കൽ പോലും അവരോട് യാത്ര പറയുവാൻ, അവരോട് വിട പറയുവാൻ പ്രാപ്തമായ മനസ്സ് ഈ അവിടുത്തെ നാട്ടുകാർക്കില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത്രയധികം ആൾക്കൂട്ടം ഈ സ്കൂളിലേക്ക് എത്തിയിരിക്കുന്നത്. ഈ പൊതുദർശനം ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ അല്പസമയത്തിനുള്ളിൽ തന്നെ തുടങ്ങും. അവസാന മൃതദേഹവും തമിഴ്നാട്ടിൽ നിന്ന് എത്തിച്ചിരിക്കുന്നു. 9 ആംബുലൻസുകളിലായിട്ടാണ് മൃതദേഹങ്ങൾ ഈ സ്കൂളിലേക്ക് എത്തിച്ചത്. 9 മൃതദേഹങ്ങളും ഇപ്പോൾ സ്കൂളങ്കണത്തിൽ എത്തിച്ചിട്ടുണ്ട്. പ്രത്യേക പന്തലുകൾ തയ്യാറാക്കി ഇവരുടെ മൃതദേഹം പൊതുദർശനത്തിന് വെക്കുന്നതിന് വേണ്ടിയുള്ള ശീതീകരിച്ച സംവിധാനങ്ങൾ ഉൾപ്പെടെ ഒരുക്കിയിട്ടുണ്ട്. ഏകദേശം 1 മണിക്കൂർ സമയം ഇവിടെ പൊതുദർശനം നീളും. അതിനുശേഷം വീടുകളിലേക്കൊക്കെ കൊണ്ടുപോകും എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. ഇന്നലെ മുതൽ തന്നെ ആ സ്കൂളും അതിൻ്റെ പരിസരവും ഒക്കെ തന്നെ വലിയ തരത്തിൽ ആൾക്കൂട്ടം കൊണ്ട് നിറഞ്ഞിരുന്നു. ഉറ്റവർക്ക്, വേണ്ടപ്പെട്ടവർക്ക്, എന്നും സ്നേഹത്തോടെ കണ്ടുപോകുന്നവർക്കൊക്കെ എന്ത് സംഭവിച്ചു എന്നറിയുന്നതിന് വേണ്ടിയും കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് വേണ്ടി ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ ഒരു 6 മണിക്ക് ശേഷം അപകട വിവരം നാടറിഞ്ഞ ഉടൻ തന്നെ ആ സ്കൂളിലേക്ക് ഒഴുകിയെത്തുന്ന ഒരു കാഴ്ചയാണ്. അവരുടെ ദുഃഖങ്ങളും ഇവരുമായുള്ള ബന്ധങ്ങളും സ്നേഹങ്ങളും ഒക്കെ പലരും പങ്കുവച്ചതും കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതാണ്, കേട്ടതാണ്. പക്ഷേ ഒരു നാടിനെ ഒരു സമീപകാലത്തെങ്ങും ഇത്രയധികം വേദനിപ്പിച്ചൊരു സംഭവം ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം എല്ലാവരും അടുത്തു പരിചയമുള്ളവർ, ഒരു സ്കൂളിലെ അധ്യാപകർ, ഒരു സ്കൂളിലെ പരിസരങ്ങളിൽ താമസിക്കുന്നവർ, അങ്ങനെ തുടങ്ങി ആ പരിസരവുമായി അടുത്തു ബന്ധമുള്ള 9 ജീവനുകളാണ് ഒരുമിച്ച് പൊലിഞ്ഞത് എന്ന് പറയുമ്പോൾ അത് ഒരു നാടിന് താങ്ങാൻ കഴിയാത്ത ഹൃദയഭേദകമായ ഒരു വലിയ ദുഃഖമായി തന്നെ മാറപ്പെടും. സ്വാഭാവികമായും സാധാരണ ഒരു വിടപറയലല്ല. കാരണം ഈ അത്രയധികം ആത്മബന്ധമുണ്ട് ആ നാടുമായി, ആ സ്കൂളുമായി, ആ സ്കൂളിലെ കുട്ടികളുമായി. അതുകൊണ്ട് തന്നെയാണ് ആ വിടപറയൽ അത്രയധികം ദുഃഖം കൊണ്ട് നിറഞ്ഞിരിക്കുന്നതെന്ന് പറയാം. കാരണം ഇന്നലെ തന്നെ മരണവിവരങ്ങൾ അറിഞ്ഞപ്പോൾ ആ സ്കൂളിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവർ എല്ലാം തന്നെ ഈ സ്ഥലത്തേക്ക്, അപകട സ്ഥലത്തേക്ക് ആദ്യമെത്തി. ആർക്കൊക്കെ അപകടം സംഭവിച്ചു, ആരൊക്കെയാണ് മരണമടഞ്ഞതെന്ന് അറിയുന്നതിനൊക്കെ തന്നെ വലിയ തരത്തിലുള്ള ദുഃഖമായ നിമിഷങ്ങൾ, അല്ലെങ്കിൽ അത്രയധികം ദുഃഖത്തോടുകൂടി കാത്തിരുന്ന നിമിഷങ്ങളും കണ്ടുപോയതാണ്. ഇനി ഈ പ്രിയപ്പെട്ടവർക്ക് അന്ത്യയാത്ര അല്ലെങ്കിൽ പ്രിയപ്പെട്ടവർ നാടിനോട് അന്ത്യയാത്ര പറയുന്ന നിമിഷങ്ങളിലേക്ക് എത്തുന്നു. ഈ സ്കൂളിലെ അധ്യാപകരാണ് അജിത ആ സ്കൂളിലെ തന്നെ പ്രധാന അധ്യാപികയാണ്. അതുപോലെ തന്നെ റംലത്ത്, ഈ ഹിഷാം, അത് അവിടുത്തെ കുട്ടിയല്ല, ആ ഒരു അധ്യാപകയുടെ ഒരു മകനാണ്. അതുപോലെ തന്നെ ആ അപകടത്തിന് തൊട്ട് മുമ്പ് ഇവരുടെ എല്ലാം ചിത്രങ്ങൾ വളരെ നിറപുഞ്ചിരിയോട് നിൽക്കുന്ന ഈ ചിത്രങ്ങളും കണ്ടതാണ്. പക്ഷേ വളരെ ഹൃദയഭേദകമായ ഒരു അപകടം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും. അത്രയധികം ദുഃഖമാണ് ഒരു നാടിന്, ഒരു ചെറിയ പ്രദേശത്തിന് കിട്ടിയത്. അത് ഒരിക്കലും ആ നാടിന് താങ്ങാൻ കഴിയില്ല. കാരണം ഇവരൊക്കെ സമീപ സ്ഥലങ്ങളിൽ താമസിക്കുന്നത് കൊണ്ട് തന്നെ ആ നാട്ടിലുള്ളവർക്കൊക്കെ അധ്യാപകരെന്ന നിലയ്ക്കും അധ്യാപികമാരെന്ന നിലയിലും ഒക്കെ തന്നെ അറിയാവുന്നവരാണ്. അതാണ് ആ നാടിനെ ഇത്രയധികം ദുഃഖത്തിലാഴ്ത്തിയത്, വേദനയിലാഴ്ത്തി. ഈ യാത്ര, അവരുടെ വിനോദയാത്ര ഒരിക്കൽ പോലും ഇങ്ങനെ തിരിച്ചൊരു വിലാപത്തിൻ്റെ യാത്രയായി എത്തപ്പെടും എന്നുള്ളത് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. സന്തോഷത്തോടെ
അവർ പലരും ആ യാത്രക്കിടയിൽ അവർ പകർത്തിയ ചിത്രങ്ങൾ അവരുടെ മൊബൈൽ ഫോണുകളിൽ സ്റ്റാറ്റസ് ആക്കിയിട്ടതും അത് പിന്നീട് ചർച്ചയായതുമൊക്കെ നമ്മൾ കേട്ടതാണ്. എന്തായാലും അതീവ ദുഃഖം നിറഞ്ഞു നിൽക്കുന്ന അന്തരീക്ഷത്തിൽ ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ ഈ സ്കൂൾ അങ്കണത്തിലേക്ക് എത്തിയിട്ടുണ്ട്. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി അങ്ങനെ തുടങ്ങി നിരവധിയായ ആളുകളാണ് ഈ സ്കൂളിൽ ഇപ്പോൾ ഈ പ്രിയപ്പെട്ടവരെ ഒരു നോക്ക് കാണാനും അവർക്ക് അന്ത്യോപചാരം അർപ്പിക്കാനും വേണ്ടി എത്തിച്ചേർന്നിരിക്കുന്നത്. 1 മണിക്കൂർ സമയം ആയിരിക്കും ഇവിടെ ഈ മൃതദേഹങ്ങൾ പൊതുദർശനത്തിനായി വെക്കുക. അതിനുശേഷം അവരുടെ വീടുകളിലേക്ക് കൊണ്ടുപോകും എന്നുള്ള വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. പക്ഷേ 2 സംസ്ഥാനങ്ങൾക്കിടയിലുള്ള ചെറിയ വ്യത്യാസത്തിൽ ആണ് ഈ അപകടം നടക്കുന്നത്. 13-ാം വളവ്, അതായത് വാൽപ്പാറയിൽ നിന്നും തിരിച്ചു മടങ്ങി തൃശ്ശൂർ ഭാഗത്തേക്ക് വരുമ്പോഴുണ്ടാകുന്ന 13-ാം വളവ്, അവിടെ നിന്ന് ഏകദേശം 800 മീറ്ററോളം ആഴത്തിലേക്ക് ബസ് അല്ലെങ്കിൽ ആ മിനി വാൻ മറിയുമ്പോഴേക്കും 8 ജീവനുകളാണ് നഷ്ടപ്പെട്ടത്. 9 ജീവനുകളാണ് നഷ്ടപ്പെട്ടത്. അതിന് തൊട്ട് മുമ്പുള്ള നിമിഷങ്ങൾ, ആ അപകടത്തിനിരയായ കാര്യങ്ങൾ, ഇതൊക്കെ സർക്കാർ അന്വേഷിക്കുന്നുണ്ട്. 2 സർക്കാരുകളും, പ്രത്യേകിച്ചും തമിഴ്നാടിൻ്റെ അതിർത്തി പ്രദേശത്താണ് അപകടം നടന്നത്. അതുകൊണ്ട് തന്നെയാണ് ആദ്യം ഇവരുടെ പൊള്ളാച്ചിയിലെ ആശുപത്രിയിലേക്ക് എത്തിച്ചതും പിന്നീട് പൊള്ളാച്ചി ആശുപത്രിയിൽ നിന്നും കൂടുതൽ ഗുരുതരാവസ്ഥയിലുള്ളവരെ കോയമ്പത്തൂരിലേക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയതും. ഇപ്പോൾ അമ്പലപ്പറമ്പ് ഗവൺമെൻറ് ഹൈസ്കൂളിൽ മൃതദേഹങ്ങളെല്ലാം തന്നെ എത്തിച്ചിട്ടുണ്ട്. സർക്കാർ സംവിധാനങ്ങളുടെ സഹായത്തോടു കൂടിയാണ് പൊതുദർശനത്തിന് വേണ്ടിയുള്ള അവസരങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. വിവിധ സന്നദ്ധ സംഘടനകളൊക്കെ അവിടെ ഉണ്ട്. പ്രത്യേകിച്ചും ഈ മലപ്പുറം പോലുള്ള പ്രദേശങ്ങളിൽ ഒരു ആപത്ത് വരുമ്പോൾ ഒരുമിച്ച് കൈകോർക്കുന്ന ജനതയാണ് കേരളം കണ്ടിട്ടുള്ളത്. അത്തരത്തിൽ ആ ഒരു നാടിൻ്റെ ദുഃഖമായി ഈ 9 വിയോഗങ്ങളും അല്ലെങ്കിൽ വേർപാടുകളും മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. ഒരു നാട് കാത്തിരുന്നത്, ഒരു നാടിൻ്റെ ഇവരുടെ സന്തോഷകരമായൊരു മടങ്ങിവരവായിരുന്നുവെങ്കിൽ, പക്ഷേ ആ നാടിനെ ഞെട്ടിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ നാടിന് വേദന നൽകിക്കൊണ്ടായിരുന്നു ഈ 9 പേരുടെയും ചേതനയേറ്റ ശരീരം ഇപ്പോൾ ഈ സ്കൂൾ അങ്കണത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഈ 10 മണി എന്നുള്ള പൊതുദർശന സമയം ഇനിയും നീണ്ടുപോകാനുള്ള സാധ്യതയുണ്ട്. കാരണം നേരത്തെ നിശ്ചയിച്ചിരുന്ന സമയത്തിലും കുറച്ചൊന്ന് വൈകിയാണ് മൃതദേഹങ്ങൾ ഈ സ്കൂൾ അങ്കണത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത്. അതിന് ശേഷം പൊതുദർശനത്തിലേക്ക് കടക്കുന്നു. പൊതുദർശനം കഴിഞ്ഞ് ഏകദേശം പൂർത്തിയാകാൻ വലിയ ആൾക്കൂട്ടം തന്നെ അവിടെ ഉണ്ട്. കാരണം പ്രിയപ്പെട്ട അധ്യാപകരെ കാണുന്നതിന് വേണ്ടി അവരുടെ കുട്ടികൾ എത്തിയിട്ടുണ്ട്. ഒപ്പം പഠിപ്പിച്ച ഏതാനും 3 അധ്യാപകരാണ് ആ സ്കൂളിൽ ആ യാത്രയിൽ പങ്കെടുക്കാതിരുന്നത്. അവരുണ്ട്. ഒരുപക്ഷെ അവരുടെയൊക്കെ ദുഃഖം ഒരിക്കൽ പോലും എന്നും കാണുന്ന, എന്നും ബന്ധങ്ങൾ പുതുക്കുന്ന, എന്നും അവരുടേതായ വിവരങ്ങളും സന്തോഷങ്ങളും പങ്കുവയ്ക്കുന്ന പ്രിയപ്പെട്ടവർ ഇന്ന് യാത്ര പറഞ്ഞിരിക്കുകയാണ്. ആ വേർപാട് ഒരു പക്ഷേ ആ സ്കൂളിലെ അധ്യാപകർക്കോ അല്ലെങ്കിൽ ആ കുട്ടികൾക്കോ താങ്ങാൻ കഴിയുന്ന ഒന്നല്ല. കാരണം അത്രയധികം ആത്മബന്ധം ഈ അധ്യാപകർ തമ്മിൽ ഉണ്ടായിരുന്നു എന്നതിൻ്റെ സൂചനയാണ് ഈ കുട്ടികൾ, ഈ അധ്യാപകർ ഒരുമിച്ചൊരു യാത്രയ്ക്ക്, ഒരു വിനോദയാത്രയ്ക്ക് പോകുന്നത് എന്നുള്ളത്. കാരണം അത്രയധികം അടുത്ത് ബന്ധമുള്ളവർ ഒരു പക്ഷേ ഈ യാത്രാ സംഘത്തിലുണ്ടായിരുന്നവരും പോകാൻ കഴിയാത്തവരും ഒക്കെ തമ്മിൽ അത്രയധികം അടുത്ത ബന്ധം ആണ് ഉണ്ടായിരുന്നത്. നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നത് പ്രിയപ്പെട്ട അധ്യാപകരെ ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി എത്തുന്ന കുട്ടികളാണ്. ആ കുട്ടികളിങ്ങനെ ഓരോ മുഖങ്ങളിലും കണ്ട് അങ്ങനെ പോവുകയാണ്. കാരണം എല്ലാവരെയും വല്ലാതെ വേദനിപ്പിച്ച, വല്ലാതെ ദുഃഖത്തിലാഴ്ത്തിയ ഒരു സംഭവം എന്ന് തന്നെ പറയാം. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് പൊതുദർശനം പൂർത്തിയാക്കും. അതിനുശേഷം ഈ മൃതദേഹങ്ങൾ അവരവരുടെ വീടുകളിലേക്ക് കൊണ്ടുപോകും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഇതിനിടയിൽ അപകടവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്നതിന് വേണ്ടി കേരള പോലീസും ഒപ്പം തന്നെ സംസ്ഥാന സർക്കാരും വിവിധ ഏജൻസികളെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. കാരണം അപകട വിവരം എന്താണ് അല്ലെങ്കിൽ എങ്ങനെയാണ് സംഭവിച്ചത് എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായ ഒരു സൂചനയും ലഭിച്ചിട്ടില്ല. ആ വാഹനത്തിൽ യാത്ര ചെയ്യുന്നവർ മാത്രം പെട്ടെന്നൊരു അനുഭവം, വാഹനം വളരെ വേഗത്തിൽ മറിയുന്നതായൊരു അനുഭവം എന്ന് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അതിനു മുൻപ് എന്ത് സംഭവിച്ചു എന്നുള്ളതിനെക്കുറിച്ച് ആർക്കും അറിയില്ല. ഇപ്പോൾ ചികിത്സയിൽ കഴിയുന്നവർ നൽകുന്ന ചില വിവരങ്ങളനുസരിച്ച് പെട്ടെന്ന് വാൻ മറിയുകയായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ ഈ അപകടത്തിന് ഇടയാക്കിയ സംഭവം അല്ലെങ്കിൽ എങ്ങനെയാണ് അപകടം സംഭവിച്ചതെന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ അറിയുന്നതിന് വേണ്ടി ആണ് പോലീസും അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരുകളും അന്വേഷണം തുടങ്ങുന്നത്. ഇന്നലെ ഇരു സംസ്ഥാനങ്ങളിലെയും ഉദ്യോഗസ്ഥർ ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിച്ചതിൻ്റെ ഫലമായി വളരെ വേഗത്തിൽ
ഗുരുതരാവസ്ഥയിൽ കഴിയുന്നവർക്ക് ചികിത്സ നൽകാൻ കഴിഞ്ഞു, അവരെ ആശുപത്രികളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു. ഒപ്പം പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടികൾ പൂർത്തിയാക്കി ഈ ചേതനയേറ്റ ദേഹങ്ങൾ അല്ലെങ്കിൽ മനുഷ്യരെ ഇങ്ങോട്ടേക്ക് വേഗത്തിൽ എത്തിക്കാൻ കഴിഞ്ഞു. അങ്ങനെ ഇരു സർക്കാരുകൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ഒരു കാഴ്ചയും ഈ ദുഃഖത്തിനൊപ്പം നമുക്ക് കാണാൻ കഴിയുന്നു എന്നുള്ളതാണ്. ഒരു പക്ഷേ നമ്മൾ ഇന്നലെയൊക്കെ കണ്ടതാണ്, ആ സ്കൂളിൻ്റെ അങ്കണത്തിലേക്ക് ഈ പ്രിയപ്പെട്ടവരുടെ അപകട വിവരമറിഞ്ഞ് എത്തിയവർ. അതിൽ മിക്ക ആളുകൾക്കും ഇവരുടെ എന്താണ് സംഭവിച്ചത് എന്ന് ആദ്യം തന്നെ വിവരങ്ങൾ ലഭിച്ചിരുന്നില്ല. ആർക്കൊക്കെ അപകടം സംഭവിച്ചു, ആർക്കൊക്കെ ജീവൻ നഷ്ടമായി എന്നുള്ള കാര്യത്തിലൊക്കെ ഉത്കണ്ഠയോടുകൂടി ആകാംക്ഷയോടുകൂടി കാത്തുനിന്ന ഒരു വലിയ ജനക്കൂട്ടത്തെ നമുക്ക് അവിടെ കാണാമായിരുന്നു. അവർ ഓരോരുത്തർക്കും ഓരോ വ്യക്തികളുമായി, ആ യാത്രാ സംഘത്തോടൊപ്പം ഉണ്ടായിരുന്ന ഓരോ വ്യക്തികളുമായി ഉണ്ടായിരുന്ന ആത്മബന്ധങ്ങളും സ്നേഹവും ഒക്കെ പങ്കുവയ്ക്കുകയും ഉണ്ടായിരുന്നു. അത്രയധികം വളരെ അടുത്ത ബന്ധമായിരുന്നു ഈ സ്കൂളിലെ അധ്യാപകർക്ക് ആ നാടുമായി, അവരുടെ പ്രിയപ്പെട്ട കുട്ടികളുടെ രക്ഷിതാക്കളുമായിട്ടൊക്കെ. അങ്ങനെ അത്ര വേദനയോടുകൂടി ഉള്ള ഒരു വേർപാടിൻ്റെ അവസാന നിമിഷങ്ങളിലേക്കാണ് ഈ കടന്നു പോകുന്നത്. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഉൾപ്പെടെ ഇവിടെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം നേരത്തെ തന്നെ അദ്ദേഹം ഇന്നലെ തന്നെ തിരുവനന്തപുരത്ത് നിന്ന് ഈ സ്ഥലത്തേക്ക് പുറപ്പെട്ടിരുന്നു അന്ത്യോപചാരം അർപ്പിക്കുന്നതിന് വേണ്ടി. കാരണം വിദ്യാഭ്യാസ വകുപ്പിൽ തന്നെ ഇത്തരത്തിൽ ഒരു ദാരുണമായ അപകടം, വളരെ വേദന ജനിപ്പിക്കുന്ന ഒരു അപകടം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അത്ര ഒരു വലിയ നഷ്ടം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. 9 ജീവനുകൾ പൊലിയുന്നു. അതിൽ ഏറ്റവും കൂടുതൽ അധ്യാപകരാണുള്ളത്. ഒരു സ്കൂളിലെ പ്രിയപ്പെട്ട അധ്യാപകരാണ് വിട പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആണ് വിദ്യാഭ്യാസ വകുപ്പിലെ ഒട്ടുമിക്ക ഉദ്യോഗസ്ഥരും ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി നേരിട്ട് തന്നെ അന്ത്യോപചാരം അർപ്പിച്ച് മടങ്ങുന്ന കാഴ്ചകളും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. കാരണം ഒരിക്കൽ പോലും പ്രതീക്ഷിച്ചതല്ല, ഒരിക്കൽ പോലും ഇങ്ങനെ ഒരു അപകടം ആരും പ്രതീക്ഷിച്ചിരുന്നതല്ല. എല്ലാവരും വളരെ സന്തോഷത്തോടുകൂടി ഇന്നലെ രാവിലെ 9 മണിക്കാണ് അവിടെ നിന്നും ഈ സംഘം, ഈ അധ്യാപകരുടെ സംഘം വാൽപ്പാറയിലേക്ക് യാത്ര പുറപ്പെടുന്നത്. വഴിയിൽ ചാലക്കുടി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ അവർ ഇറങ്ങിയതിന് ശേഷമുള്ള ചിത്രങ്ങൾ അവർ മൊബൈൽ പകർത്തിയിരുന്നു. അതൊക്കെ പലരും ഒരു സ്റ്റാറ്റസായും മറ്റുമൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. ആ ചിരിക്കുന്ന മുഖങ്ങൾ ഇന്ന് ചേതനയേറ്റ ശരീരങ്ങളായി മാറപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഒരു നാടിനെ മുഴുവൻ ദുഃഖത്തിലാഴ്ത്തിയിരിക്കുന്നത്. ആ ഹൈസ്കൂളിൻ്റെ സമീപത്ത് വലിയ തരത്തിലുള്ള ജനക്കൂട്ടത്തെ നമുക്ക് കാണാൻ കഴിയുന്നു. അന്ത്യോപചാരം അർപ്പിക്കാൻ എത്തിയിരിക്കുന്ന ആളുകളാണ് അധികം പേരും. തമിഴ്നാട് വാൽപ്പാറയിൽ ട്രാവലർ മറിഞ്ഞ 9 മലയാളികൾ മരിച്ചതിൽ 9 പേരുടെയും പൊതുദർശനമാണ്. മന്ത്രി ശിവൻകുട്ടിയൊക്കെ എത്തിച്ചേർന്നിട്ടുണ്ട്. കുരുന്നുകളുമൊക്കെ വലിയ ദുഃഖത്തോടെ തന്നെയാണ് ഈ ഒരു സ്കൂൾ വളപ്പിൽ കൂടിയിരിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്നൊക്കെ വ്യക്തമാണ്. നിരവധി ആളുകൾ തടിച്ചു കൂടിയിരിക്കുകയാണ് ഈ ഒരു സ്കൂൾ വളപ്പിൽ. അതീവ ദുഃഖത്തോടെ തന്നെയാണ് ഈ ഒരു നാട് ഈ വിയോഗ വാർത്ത കേട്ടിരിക്കുന്നത്. കേരളത്തെ ഒട്ടാകെ ഞെട്ടിച്ച ഒരു വാർത്ത തന്നെയായിരുന്നു ഇന്നലെ വാൽപ്പാറയിലുണ്ടായ അപകടം. 7 അധ്യാപകർ, 7 സ്ത്രീകളും ഒരു കുട്ടിയും ഒരു പുരുഷനുമാണ് അടങ്ങിയ 9 അംഗമാണ് ഇത്തരത്തിൽ അപകടത്തിൽ മരിച്ചിട്ടുള്ളത്. എന്തായാലും ഇതിൽ 4 പേർക്ക് പരിക്കേറ്റിരുന്നു. ഇതിൽ 3 പേരുടെ നില അതീവ ഗുരുതരമായി തന്നെ തുടരുകയാണ്. എന്തായാലും കുരുന്നുകളൊക്കെ ഇതാ അവരുടെ പ്രിയപ്പെട്ട അധ്യാപകരെ കാണാൻ എത്തിയിരിക്കുകയാണ്. വളരെ ദുഃഖത്തോടെ തന്നെ ഈ ഒരു വാർത്ത നോക്കിക്കാണേണ്ടി വരും. കുരുന്നുകളൊക്കെ ഇപ്പോൾ സ്കൂൾ വളപ്പിലെത്തി അവരുടെ അധ്യാപകരെ കാണുകയാണ്. ഒരു കുട്ടിയും ഉണ്ടായിരുന്നു ഈ ഒരു മരിച്ച 9 പേരിൽ. എന്തായാലും തൻ്റെ സുഹൃത്തുക്കളെയും ഒക്കെ വിട വാങ്ങിയതിൻ്റെ ഒരു വലിയൊരു വിയോഗത്തിൽ തന്നെയാണ് ഈ ഒരു കുരുന്നുകളും ഈ ഒരു നാടും ഒക്കെ. എന്തായാലും സ്കൂൾ വളപ്പിൽ നാട്ടുകാരും ബന്ധുക്കളും ഒക്കെ തടിച്ചു കൂടിയിരിക്കുകയാണ്. ഈ ഒരു വലിയൊരു ഞെട്ടിപ്പിക്കുന്ന ഒരു വിയോഗ വാർത്ത തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. എന്തായാലും 1 മണിക്കൂറാണ് പൊതുദർശനമുള്ളത്. വൈഷ്ണ ചേരുന്നുണ്ട്. വൈഷ്ണ, ഇപ്പോഴിതാ സ്കൂൾ വളപ്പിലെല്ലാം ആളുകൾ തടിച്ചു കൂടിയിരിക്കുകയാണ്. കുരുന്നുകളൊക്കെയും അധ്യാപകരെ കാണാൻ എത്തിയിരിക്കുകയാണ്. അതീവ ദുഃഖത്തോടെ തന്നെ ഈ ഒരു വാർത്ത പങ്കുവയ്ക്കേണ്ടി വരുമല്ലേ? തങ്ങളുടെ പ്രിയപ്പെട്ട അധ്യാപകരെയെല്ലാം ഒരു നോക്ക് കാണാൻ വേണ്ടിയാണ് ആ
കുട്ടികളും അതുപോലെയുള്ള നാട്ടുകാരും കുട്ടികളുടെ രക്ഷിതാക്കളും ഒക്കെ ആ ഒരു സ്കൂളിലേക്ക് എത്തിയിട്ടുള്ളത്. സ്കൂൾ ഗ്രൗണ്ടിലാണ് ഈ ഒരു പൊതുദർശനം, അമ്പലപ്പറമ്പ് ഹൈസ്കൂളിൻ്റെ ഗ്രൗണ്ടിലാണ് ഈ ഒരു പൊതുദർശനം സംഘടിപ്പിച്ചിരിക്കുന്നത്. കുട്ടികൾ ഓടിക്കളിച്ചിരുന്ന അവരുടെ സന്തോഷം മാത്രം നിലനിന്നിരുന്ന ഒരു ഗ്രൗണ്ടിലേക്കാണ് ഈ മൃതദേഹങ്ങൾ എത്തിയിരിക്കുന്നത്. ആ സ്കൂളിലെ അധ്യാപകർ എല്ലാവരുടെയും പ്രിയപ്പെട്ട അധ്യാപകരടക്കം ഈ ഒരു മരണപ്പെട്ടിരിക്കുകയാണ്. അതുപോലെ ഒരു ഗ്രാമത്തിൻ്റെ വേദനയാണ്. മന്ത്രി ശിവൻകുട്ടി അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ഒരു ഗ്രാമത്തിൻ്റെ വേദനയാണ് നമുക്ക് ഈ ചിത്രങ്ങളിൽ കാണാൻ പറ്റുന്നത്. ഒരു കണ്ണീരോടെ വിട നൽകാൻ നാടൊന്നടങ്കം അവിടെ എത്തിയിരിക്കുകയാണ്. എല്ലാവർക്കും ഒരു നോക്ക് കാണാൻ വേണ്ടിയാണ് എത്തിയിട്ടുള്ളത്. കുട്ടികളുടെ പ്രിയപ്പെട്ട അധ്യാപകരായിരുന്നു അവർ ഓരോരുത്തരും. അതുപോലെ കുട്ടികൾക്ക് ഓരോ നേരവും ഭക്ഷണം വെച്ച് വിളമ്പിയിരുന്ന പാചകത്തൊഴിലാളിയായിട്ടുള്ള സാജിദ, അവരും ഈ ഒരു മരണത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അതുപോലെ ഈ ഒരു മരണത്തിൽ 8 പേരും ആ സ്പോട്ടിൽ തന്നെ മരിക്കുകയായിരുന്നു. അതുപോലെ ഒരാൾ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന സമയത്താണ് ഈ ഒരു സ്കൂൾ മുറ്റം മൊത്തം സങ്കടക്കടലായി മാറുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഈ സമീപത്തൊന്നും കാണാത്ത തരത്തിലുള്ള ഒരു അപകടമാണ് ഉണ്ടായിട്ടുള്ളത്. കാരണം ഒരു സ്കൂളിലെ അധ്യാപകരെല്ലാവരും കൂടി ഒരു യാത്ര പോകുന്നു. ആ യാത്ര വളരെയധികം വേദനയിൽ കലാശിക്കുന്നു. 3 അധ്യാപകർ മാത്രമാണ് ഈ ഒരു യാത്രയിൽ പങ്കെടുക്കാതിരുന്നത്. അവർ വ്യക്തിപരമായ കാരണങ്ങൾ, ഒരു ടീച്ചർ ഹജ്ജിന് പോവുകയായിരുന്നു, മറ്റു ടീച്ചർക്ക് ആരോഗ്യ പ്രശ്നമുണ്ടായിരുന്നു. അങ്ങനെ വ്യക്തിപരമായ കാരണങ്ങളാലാണ് 3 പേർ ഈ ഒരു യാത്രയിൽ പങ്കെടുക്കാതിരുന്നത്. എങ്കിലും അവർക്ക് അതിൽ പോവാതിരിക്കാൻ പറ്റാത്തതിൽ വളരെയധികം വിഷമമുണ്ടായിരുന്നു. ഗ്രൂപ്പുകളിലൊക്കെ ഫോട്ടോസും അതുപോലെ അവരുടെ സ്റ്റാറ്റസും ഒക്കെ കണ്ട് ഞങ്ങൾ മിസ് ചെയ്യുന്നു എന്നൊക്കെ പറയുന്ന ആ ഒരു സാഹചര്യത്തിലാണ് നാടിന് നടക്കുന്ന ഈ ഒരു അപകട വാർത്ത കേൾക്കുന്നത്. ഇപ്പോൾ ഈ അപകടത്തിൽപ്പെട്ട ബാക്കിയുള്ള ആളുകൾ, അജിത ടീച്ചറും അതുപോലെ ആശ ടീച്ചറും ഒഴികെ ബാക്കിയുള്ളവരെല്ലാം തൊട്ടടുത്ത സമീപവാസികൾ തന്നെയാണ്. അവരുടെ വീടുകളൊക്കെ അടുത്തടുത്ത് തന്നെയാണ്. അപ്പോൾ നാട്ടുകാർക്കും വളരെയധികം പരിചിതരായ ടീച്ചർമാരാണ് ഇവരെല്ലാം. ഈ അജിത ടീച്ചറുടെ വീട് പുലാമന്തോളും ആശ ടീച്ചറുടെ വീട് കൊളത്തൂരുമാണ്. അവരുടെ മാത്രമാണ് കുറച്ച് ദൂരമുള്ളത്. അവരവിടേക്ക് ഈ പൊതുദർശനത്തിന് ശേഷം 1 മണിക്കൂറാണ് പൊതുദർശനം. ഈ പൊതുദർശനത്തിന് ശേഷം അവരുടെ വീടുകളിലേക്ക് ഈ മൃതദേഹം കൊണ്ടുപോകും. ഈ അപകടത്തിൽ 9 പേരാണ് മരിച്ചിട്ടുള്ളത്. 7 സ്ത്രീകളും ഒരു പുരുഷനും ഒരു കുട്ടിയും അടക്കം 9 പേരാണ് മരിച്ചത്. എന്തായാലും വളരെ ഒരു വേദനാജനകമായിട്ടുള്ള ഒരു അപകടം തന്നെയാണ് ഉണ്ടായത്. അധ്യാപകരായിട്ടുള്ള റംല, സുഹറ, അജിത, ആശ, മജീദ്, ഷക്കീന എന്നിങ്ങനെയുള്ള അധ്യാപകരും അതുപോലെ സ്കൂളിലെ പാചകത്തൊഴിലാളിയായ സാജിദ, അധ്യാപകൻ മജീദിൻ്റെ ഭാര്യ റുഖിയ, അധ്യാപിക സുഹറയുടെ മകൻ ഹിഷാം എന്നിവരാണ് മരിച്ചത്. ഈ അപകടം ഇന്നലെ ഉച്ചയ്ക്ക് 5:15 ഇവർ വാൽപ്പാറയിൽ പോയി തിരിച്ചു വരുന്നതിനിടെയാണ് ഇങ്ങനെയൊരു അപകടമുണ്ടായത്. പൊള്ളാച്ചിയിൽ നിന്ന് വെറും 30 കിലോമീറ്റർ അകലെയാണ് ഈ ഒരു അപകടമുണ്ടായത്. വളരെ സന്തോഷത്തോടെ സ്കൂൾ പൂട്ടി വെക്കേഷൻ കാലത്ത് ഒരു യാത്ര പോകാനിറങ്ങി ഇവർ തിരികെ വരുന്നത് വളരെയധികം വേദനയോടെ ഒരു നാട്ടുകാർക്കും അതുപോലെ കുട്ടികൾക്കും എല്ലാവർക്കും വേദനയെ സമ്മാനിച്ചാണ് അവർ തിരികെ മടങ്ങി വന്നത്. അതും ജീവനില്ലാത്ത ശരീരവുമായിട്ടാണ് അവർ മടങ്ങി വന്നത്. ഇനി സ്കൂൾ തുറക്കാൻ വേണ്ടി, അതായത് 2 മാസത്തെ വെക്കേഷൻ കഴിഞ്ഞ് സ്കൂൾ തുറക്കുമ്പോൾ അവിടെ ഈ അധ്യാപകരൊന്നും ഇല്ല എന്ന് ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരു അവസ്ഥയിലേക്കാണ് ആ ഒരു സ്കൂൾ ഒന്നാകെ മാറിയിട്ടുള്ളത്. റെയിൽ ട്രാവലർ മറിഞ്ഞ 9 മലയാളികൾ മരിച്ചതിൽ ഇപ്പോൾ പൊതുദർശനമാണ്. പൊതുദർശനത്തിലേക്ക് മന്ത്രി വി ശിവൻകുട്ടിയും സ്കൂളിലെത്തിയിട്ടുണ്ട്. ഇപ്പോൾ കുരുന്നുകളൊക്കെയും ഈ ഒരു വിയോഗത്തിൽ പങ്കുചേരുകയാണ്. വളരെ അതീവ ദുഃഖത്തോടെ തന്നെ വിട നൽകുകയാണ് ഈ ഒരു നാടൊന്നാകെ. നമുക്ക് ഈ ദൃശ്യങ്ങൾ തന്നെ വ്യക്തമാണ്. ജനങ്ങളൊക്കെ തടിച്ചു കൂടിയിരിക്കുകയാണ് ഈ ഒരു സ്കൂൾ വളപ്പിൽ.
അമ്പലപ്പുറം ഗവൺമെൻറ് ഹൈസ്കൂളിലാണ് ഈ ഒരു പൊതുദർശനമുള്ളത്. ഇവിടെ കണ്ണീരോടെ തന്നെ വിട പറയുകയാണ് ഈ ഒരു നാടൊന്നാകെ. അത്രത്തോളം അതീവ ദുഃഖകരമായ ഒരു വാർത്ത തന്നെയായിരുന്നു ഇന്നലെ വാൽപ്പാറയിൽ ഉണ്ടായത്. ഈ ഒരു അപകടത്തിൽ 7 സ്ത്രീകളും ഒരു പുരുഷനും ഒരു കുട്ടിയുമാണ് അടങ്ങുന്ന 9 പേരാണ് ഈ ഒരു അപകടത്തിൽ മരിച്ചത്. അതിൽ 4 പേർ അതീവ ഗുരുതരമായി 4 പേർക്ക് പരിക്കുകളേറ്റിട്ടുണ്ട്. അതിൽ 3 പേരുടെ നില അതീവ ഗുരുതരമായിട്ട് തന്നെ തുടരുകയാണ്. എന്തായാലും കേരളത്തെ നടുക്കിയ ഒരു വാർത്ത തന്നെയാണ് വാൽപ്പാറയിലെ അപകടം. ഇപ്പോഴത്തെ 1 മണിക്കൂറാണ് പൊതുദർശനം ഉണ്ടാകുക. പൊതുദർശനത്തിന് ശേഷം 10 മണിയോടെ വീടുകളിലേക്ക് മൃതദേഹങ്ങൾ കൊണ്ടുപോകും. ഇവരുടെയൊക്കെ സംസ്കാരം ഉച്ചയോടെയാണ്. കുരുന്നുകളൊക്കെ തങ്ങളുടെ അധ്യാപകരെ ഒരു നോക്ക് കാണുവാനായി അവസാന നിമിഷം ഇതാ എത്തിച്ചേർന്നിരിക്കുന്നു. വളരെ ദുഃഖത്തോടെ തന്നെയാണ് ഈ ഒരു വാർത്ത പങ്കുവയ്ക്കുന്നത്.